നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ പല വീഡിയോസും കാണുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആ വീഡിയോ ഞാൻ കാണിക്കാം. AMRCൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പൽ പ്രൊഫസറുമായിട്ടുള്ള സയൻറ്റിസ്റ്റുമായിട്ടുള്ള അതുപോലെ തന്നെ സീനിയർ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സുരേഷ് ഗുപ്തൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. റാൻഡമായിട്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആണ്. അതിനകത്ത് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ വർദ്ധിച്ചു വരുന്ന ടെമ്പറേച്ചർ, ഉഷ്ണം, അത് ഏകദേശം കേരളത്തിൻ്റെ പല ഭാഗത്തും 40 അടുത്താണ് നിൽക്കുന്നത്. പാലക്കാട് അത് 40 ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുനലൂരും. കേരളത്തിൽ 2 സ്ഥലങ്ങളാണ് പോലും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, മനുഷ്യ ശരീരത്തിന് 42 ഡിഗ്രിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സൂര്യാഘാതമേറ്റ് മരണം സംഭവിക്കാം. അത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലേക്ക് വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നുമുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പല ആവശ്യങ്ങൾക്കും വേണ്ടി ടൗണിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ മരണങ്ങൾ സംഭവിക്കാറുള്ളത്. നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം 12 മണിയുടെയും അതുപോലെ തന്നെ 3 മണിയുടെ ഉള്ളിലുള്ള ചൂട് ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിലേക്ക് ആവരുത്. 2, നമ്മുടെ വെയിറ്റിൻ്റെ 3.33, അതായത് 100 കിലോ ഉള്ള ഒരാൾ 3.33 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും 1.5 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഇലക്കറികൾ കൂടുതൽ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ നാച്ചുറലായിട്ടുള്ളത് കഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. അത് ഇളനീര് പോലത്തെ, മോരും വെള്ളം പോലത്തെ, വാട്ടർമെലൺ പോലത്തെ സാധനങ്ങൾ കഴിക്കുക. നന്നായി ഉറങ്ങുക. എങ്ങനെ വൈകുന്നേരവും രാവിലെയും ഒരു 2-3 കിലോമീറ്റർ നടക്കുക. ഇത്തരത്തിലുള്ള 6-7 വളരെ വാലിഡ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള കുറച്ച് സജഷൻസ് പറഞ്ഞത് കേട്ടപ്പോൾ അത് എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാം. കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് ഓൾസോ ഷെയർ ദിസ് വീഡിയോ ടു ഓൾ യുവർ റിലേറ്റീവ്സിനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുക്കൂ. കാരണം ഇന്ന് പാലക്കാടിനെ കുറിച്ചാണ് അവർ പറയുന്ന മേജറായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് എങ്കിലും എനിക്ക് തോന്നുന്നത് അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത് കൂടുതൽ തന്നെയാണ്. ബാംഗ്ലൂർ പോലത്തെ നഗരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പണ്ടൊക്കെ രാവിലെ, അതായത് ഞാൻ ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലാവുന്ന സമയം എന്ന് പറയുന്നത് 96-97 അന്നൊക്കെ രാവിലെ 5:30-6 മണിക്ക് 7 മണിക്കൊക്കെ ഒരാളെ പിക്ക് ചെയ്യാൻ ബൈക്കിൽ പോവുക എന്ന് പറയുമ്പോൾ ഗ്ലൗസ് ഇല്ലാണ്ട് സ്വെറ്റർ ഇല്ലാണ്ട് പോകാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ബാംഗ്ലൂരിൽ പോലും AC ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത്രത്തോളം നമ്മുടെ ക്ലൈമറ്റ് മാറി. പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ടു ഓൾ യുവർ ഡിയർ ആൻഡ് നിയർ. താങ്ക് യു. നമസ്കാരം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് AIMRC. ഇന്ന് പാലക്കാട് ജില്ലയിൽ ചൂട് 40 ഡിഗ്രിക്ക് മുകളിലായി. 40 ഡിഗ്രിയിൽ കൂടുതൽ മനുഷ്യ ശരീരത്തിന് 42 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് അഫോർഡ് ചെയ്യാനുള്ള കഴിവില്ല. പ്രത്യേകിച്ച് ഭാരതീയ സാഹചര്യത്തിൽ 45-ന് മുകളിലായാൽ മരണം വരെ സംഭവിക്കാം. ഡോപ്പാമൈൻ, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ 3 ഒരേ സമയം കുറഞ്ഞ BP കുറഞ്ഞാൽ ഉടൻ തന്നെ മരണം വരെ സംഭവിക്കാം. ഇതിന് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് കർശനമായ 6 നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനം, നിങ്ങൾ 12 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും വെയിലത്തിറങ്ങി നിൽക്കരുത്. 2, നിങ്ങൾ ബോഡി വെയ്റ്റിൻ്റെ 0.33 എന്ന് പറഞ്ഞാൽ 100 കിലോ ഭാരമുള്ള ഒരു വ്യക്തി 3.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഇളനീര് വെള്ളം, മോരും വെള്ളം, ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്ലെയിൻ ജ്യൂസുകൾ. പഞ്ചസാര ഒരു കാരണവശാലും, ഷുഗർ കമ്മിയുള്ളവർ മാത്രമേ പഞ്ചസാര ഉപയോഗിക്കാവൂ. 3, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുകയും കണ്ണും നാവും ഹൈഡ്രോതെറാപ്പി ശുദ്ധജലത്തിൽ ഒരു 10-12 തവണ മുക്കിയെടുക്കുക. അപ്പോൾ ശരീരം തണുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. കണ്ണിനും നാവിനും മാത്രമാണ് ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവ്. അടുത്തത്, നിങ്ങൾ കുക്കുംബർ അഥവാ കക്കിരിക്ക, അതുപോലെ തന്നെ ഇപ്പോൾ മാങ്ങ, ചക്ക തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്ത വിഭവങ്ങൾ
തണ്ണിമത്തൻ ധാരാളം കഴിക്കുക. അത് തീർച്ചയായും വിഷാംശമില്ലാത്ത, അഡൾട്രേഷൻ, കണ്ടാമിനേഷൻ ഇല്ലാത്ത പച്ചക്കറികളും പഴങ്ങളും സലാഡായി ധാരാളം കഴിക്കുക. ഉച്ച സമയത്ത് നിങ്ങൾ അല്പസ്വല്പം പച്ചക്കറികളും പഴങ്ങളും തവിട് കളയാത്ത അരിയുടെ ഭക്ഷണങ്ങളും കഴിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും 1.5 മണിക്കൂർ വെള്ളം കുടിച്ച് റെസ്റ്റ് നിർബന്ധമായും, കഴിയുമെങ്കിൽ 2 മണിക്കൂർ വരെ നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങുകയോ വിശ്രമം ചെയ്യുകയോ വേണം. ഒപ്പം നിങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ തുടങ്ങിയവ എല്ലാം, കോ എൻസൈം Q10, മൾട്ടി മിനറൽ തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഭക്ഷണമോ അല്ലെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ് രൂപത്തിലോ പ്രധാനമന്ത്രി ജനൌഷധി പോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി കഴിക്കുക. നിങ്ങൾ കൃത്യമായി 8 മണിക്കൂർ വരെ ഉറങ്ങുക. ഒപ്പം രാവിലെയും വൈകുന്നേരവും തീർച്ചയായും ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ നടക്കുക. ഇലക്കറികളും പച്ചക്കറികളും പച്ചയ്ക്കോ പകുതി വേവിച്ചോ മാത്രം കഴിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഉച്ചനേരത്തെ പുറത്തിറങ്ങുകയോ, കാരണം ഇത് 45 ഡിഗ്രി വരെ എത്താമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു കഴിഞ്ഞു. 42-ന് മുകളിൽ മരണം വരെ സംഭവിക്കാം. ഇത് അത്ഭുതകരമായ കാലാവസ്ഥാ വ്യതിയാനമാണ്, പ്രത്യേകിച്ച് പാലക്കാടും പുനലൂരും.